everyone, I am Vasila, your sociology faculty. This is IB campus. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് IGNOU MA Sociology ഫസ്റ്റ് ഇയറിലെ സോഷ്യോളജി ഇൻ ഇന്ത്യ 2 എന്ന് പറഞ്ഞ ഈ ഒരു സബ്ജക്റ്റിലെ 5th യൂണിറ്റ് ആയിട്ടുള്ള റിലീജിയൻ ആൻഡ് പൊളിറ്റിക്സ് എന്ന് പറഞ്ഞ ഈ ഒരു ചാപ്റ്റർ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ റിലീജിയനെ കുറിച്ചും പൊളിറ്റിക്സിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. റിലീജിയനും പൊളിറ്റിക്സും തമ്മിലുള്ള ആ ഒരു ബന്ധത്തെ പറ്റി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു ചാപ്റ്ററിൽ പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യുന്നുണ്ട്. നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത് എന്താ, റിലീജിയൻ ആൻഡ് പൊളിറ്റിക്സ് ആർ ക്ലോസ്ലി കണക്റ്റഡ് ആൻഡ് കനോട്ട് ബി സെപ്പറേറ്റ്ലി ഈസിലി. റിലീജിയനെയും പൊളിറ്റിക്സിനെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം എന്താണ്, റിലീജിയൻ പൊളിറ്റിക്സ് എന്താണ്, ക്ലോസ്ലി കണക്റ്റഡ് ആണെന്ന് പറയുന്നു. അക്കോർഡിംഗ് ടു റാമില തബാർ, religion become a more personal belief when the people express it publicly to worship, religious organization and social and political activities. Religion എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്, ഓരോ വ്യക്തിയുടെയും പേഴ്സണൽ ബിലീഫ്സ് ആണ് അല്ലേ, അതായത് ഓരോ വ്യക്തിപരമായിട്ടുള്ള ഒരു വിശ്വാസമാണ് റിലീജിയൻ എന്ന് പറയുന്നത്. സമൂഹത്തിലെ ഓരോ വ്യക്തികളും റിലീജിയസ് ആയിട്ടുള്ള ബിലീഫ്സ് എങ്ങനെയാണ് എക്സ്പ്രസ് ചെയ്യുന്നത്, നമ്മുടെ വേർഷിപ്പിലൂടെ, റിലീജിയസ് ഓർഗനൈസേഷനിലൂടെ, സോഷ്യൽ ആൻഡ് പൊളിറ്റിക്കൽ ആക്ടിവിറ്റീസിലൂടെയാണ് പറയുന്നത്. റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻസുകളാണ് ടെമ്പിൾസ്, അതുപോലെ മോസ്ക്, ചർച്ചസ്, അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരുപാട് റിലീജിയസ്, അതായത് ഓരോ മതവിശ്വാസികൾക്കും അവരുടേതായിട്ടുള്ള എന്തുണ്ട്, ഓരോ റിലീജിയസ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസുകൾ നിലനിൽക്കുന്നുണ്ട്. ഇവിടെ പ്രധാനമായിട്ടും റിലീജിയനും പൊളിറ്റിക്സും തമ്മിൽ എന്തുണ്ട്, ഒരു കണക്ഷൻ ഉണ്ട് ഇവിടെ പ്രധാനമായിട്ടും പറയുന്നുണ്ട്. Different scholars understood the religion in different way. Philosophy studies the ideas, അതായത് ഫിലോസഫർ പ്രധാനമായിട്ട് ഐഡിയകളെ കുറിച്ച് പഠിക്കുമ്പോൾ തിയോളജിസ്റ്റ് സ്റ്റഡി ദ ഫെയ്ത്ത് ആൻഡ് ഗോഡ്, തിയോളജിസ്റ്റുകൾ ഫെയ്ത്തുകളെ കുറിച്ചും അതുപോലെ തന്നെ ഗോഡ്സിനെ കുറിച്ചും പഠിക്കുന്നു. സോഷ്യോളജിസ്റ്റ് സ്റ്റഡി ദ റിലീജിയൻ ആസ് എ സോഷ്യൽ ഫിനോമിന, സോഷ്യോളജിസ്റ്റുകൾ റിലീജിയൻ ഒരു സോഷ്യൽ ബേസ് ആയിട്ടാണ് പഠിക്കുന്നത്. സോഷ്യോളജിസ്റ്റ് ബിലീവ്ഡ് ദാറ്റ് റിലിജൻ ഈസ് എ പാർട്ട് ഓഫ് സൊസൈറ്റി, അതായത് സോഷ്യോളജിസ്റ്റുകൾ എന്താണ് പറയുന്നത്, റിലീജിയൻ, മതം എന്ന് പറയുന്നത് എന്താണ്, സമൂഹത്തിന്റെ ഒരു ഭാഗമായിട്ട് പറയുന്നു. കാരണം എന്തൊക്കെയാണ്, റിലീജിയസ് ബിലീഫ്സുകള്, റിച്വൽസുകള്, റിലീജിയസ് ഓർഗനൈസേഷൻ, ഇതൊക്കെ എന്താണ്, നമ്മുടെ സൊസൈറ്റിയുടെ ഒരു ഭാഗമായിട്ടാണ് ഇവിടെ പ്രധാനമായിട്ടും പറയുന്നത്. അപ്പൊ നമ്മൾ ഇതിലൂടെ മനസ്സിലാക്കേണ്ടത് എന്താണ്, സൊസൈറ്റിയിലെ റിലീജിയനും പൊളിറ്റിക്സും തമ്മിൽ എന്താണ്, ക്ലോസ്ലി കണക്റ്റഡ് ആണെന്ന് ഇവിടെ പ്രധാനമായിട്ടും എന്ത് ചെയ്യുന്നുണ്ട്, പറയുന്നുണ്ട്. ഓക്കെ, ദെൻ ഇവിടെ പറയുന്നത് എന്താണ്, സോഷ്യോളജിക്കൽ ആൻഡ് ആന്ത്രോപോളജിക്കൽ വ്യൂ ഓൺ റിലീജിയൻ. സോഷ്യോളജിക്കലും ആന്ത്രോപോളജിക്കൽ ആയിട്ടുള്ള റിലീജിയനെ കുറിച്ചുള്ള അവരുടെ വ്യൂ പോയിന്റുകളെ കുറിച്ച് പറയുന്നു. പിന്നെന്താണ്, ദ ഹിസ്റ്റോറിക്കൽ റിലേഷൻ ബിറ്റ്വീൻ റിലീജിയൻ ആൻഡ് പൊളിറ്റിക്സ് ഇൻ ഇന്ത്യ. ഇന്ത്യൻ സൊസൈറ്റിയിലെ റിലീജിയൻ ആൻഡ് പൊളിറ്റിക്കൽ റിലേഷൻഷിപ്പുകളെ കുറിച്ച് പറയുന്നുണ്ട്. പിന്നെന്താണ്, മോഡേൺ ഇഷ്യൂസ് ലൈക്ക് എ കമ്മ്യൂണലിസം, സെക്കുലറിസം, ഫണ്ടമെന്റലിസം ആൻഡ് റിലീജിയസ് നാഷണലിസം, ഇതൊക്കെ എന്താണ്, റിലീജിയസ് ബേസ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ ഈ റിലീജിയസും പൊളിറ്റിക്സും തമ്മിൽ എന്തിട്ട് തീർച്ചയായിട്ടും ഒരു ബന്ധമുണ്ടെന്ന് പറയുന്നു. പിന്നെ എന്താണ്, ആൻഡ് കൺക്ലൂഡ് ഇൻ ദ ഡിസ്കഷൻ ഓൺ ദീസ് ടോപ്പിക്, അതായത് പ്രധാനമായിട്ടും റിലീജിയനും പൊളിറ്റിക്സും തമ്മിൽ എന്താണ്, ഒരു ബന്ധമുണ്ട് എന്നാണ് ഇവിടെ പ്രധാനമായിട്ടും പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ടോപ്പിക് എന്താണ്, റിലീജിയൻ ആൻഡ് പൊളിറ്റിക്സ് ഇൻ ദ കണ്ടംപററി ഇന്ത്യ. ഇന്നത്തെ ഒരു സമകാലിക ഇന്ത്യയിൽ റിലീജിയനും പൊളിറ്റിക്സും തമ്മിൽ എന്താണ് ബന്ധം എന്നിവിടെ പറയുന്നുണ്ട്. പ്രധാനമായിട്ടും ഇമ്പോർട്ടൻറ്റ് ഇഷ്യൂസ് ഓഫ് ടുഡേ ഇൻക്ലൂഡ് കമ്മ്യൂണലിസം, സെക്കുലറിസം, ഫണ്ടമെന്റലിസം ആൻഡ് റിലീജിയസ് നാഷണലിസത്തെ കുറിച്ച് ഇവിടെ പ്രധാനമായിട്ടും പറയുന്നുണ്ട്. അപ്പൊ കമ്മ്യൂണലിസം എന്ന് പറഞ്ഞാൽ എന്താ, വർഗീയത. എന്താണ് വർഗീയത കൊണ്ട് സൂചിപ്പിക്കുന്നത്, കമ്മ്യൂണലിസം ഈസ് നോട്ട് മെയിൻലി അബൌട്ട് എ റിലീജിയൻ ഇറ്റ്സെൽഫ്, ഇറ്റ് ഈസ് എ ഐഡിയോളജി in which a religious community act like a political group to protect the social, economical and cultural interest. തീർച്ചയായിട്ടും ഈ ഒരു കമ്മ്യൂണലിസത്തിലൂടെ ഓരോ വ്യക്തികളുടെയും സോഷ്യൽ, എക്കണോമിക്കൽ, കൾച്ചറൽ ആയിട്ടുള്ള ഇൻട്രസ്റ്റുകൾ അതിലൂടെ എന്ത് ചെയ്യുന്നുണ്ട്, പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട് എന്ന് പറയുന്നു. ഇൻ ദിസ് വേ റിലീജിയസ് ഈസ് യൂസ്ഡ് എ പൊളിറ്റിക്കൽ പർപ്പസ്. റിലീജിയൻ പ്രധാനമായിട്ടും നമ്മളുടെ ഓരോ വ്യക്തിയുടെ പൊളിറ്റിക്കൽ പർപ്പസിനെയാണ് ഇതിൽ യൂസ് ചെയ്യുന്നുണ്ട്. ദെൻ ഇവിടെ ഹിന്ദു ആൻഡ് മുസ്ലിം കോൺഫ്ലിക്റ്റുകളെ കുറിച്ച് പറയുന്നുണ്ട്. പ്രധാനമായിട്ടും ഇവിടെ ഒരു രണ്ട് പ്രധാനപ്പെട്ട വ്യക്തികൾ ഇതിലൂടെ പഠനം നടത്തിയതിലൂടെ അവർ പ്രധാനമായിട്ട് എന്താണ് പറയുന്നത്, ഡിവൈഡ് ആൻഡ് റൂളിനെ കുറിച്ച് പറയുന്നുണ്ട്. അതായത് ബ്രിട്ടീഷുകാർ നമ്മുടെ ഇന്ത്യയിൽ വന്ന് ഭരണം നടത്തിയപ്പോൾ എങ്ങനെയാണ് ഭരണം നടത്തിയത്, ഡിവൈഡ് ആൻഡ് റൂൾ, ഭിന്നിപ്പിച്ച് ഭരിക്കാനാണ് അവർ ശ്രമിച്ചിട്ടുള്ളത്. സമൂഹത്തിൽ നമ്മുടെ ഇന്ത്യൻ സൊസൈറ്റിയിലെ ആളുകളെ പരസ്പരം തമ്മിൽ തെറ്റിച്ച് ഭരിക്കാനാണ് അവരെന്ത് ചെയ്തിട്ടുള്ളത്, ഇവിടെ പ്രധാനമായിട്ടും ശ്രമിച്ചിട്ടുള്ളതെന്ന് പറയുന്നു.
ദ ബ്രിട്ടീഷ് ക്രിയേറ്റഡ് ഡിവൈഡഡ് ബിറ്റ്വീൻ ഹിന്ദു ആൻഡ് മുസ്ലിം. ഹിന്ദുക്കളെ മുസ്ലിങ്ങളെ ആദ്യം അവർ തെറ്റിക്കാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നത്. കമ്മ്യൂണലിസം വാസ് യൂസ്ഡ് ഫോർ ദ പൊളിറ്റിക്കൽ ആൻഡ് എക്കണോമിക്കൽ ഇൻട്രസ്റ്റ്. പൊളിറ്റിക്കൽ എക്കണോമിക്കൽ ഇൻട്രസ്റ്റുകളെ കുറിച്ച് ഇവിടെ പറയുന്നുണ്ട്. പിന്നെന്താ, റൈറ്റ്, were the often connected to struggle for the political power. പൊളിറ്റിക്കൽ പവറിന് വേണ്ടി ആളുകൾ സ്ട്രഗിൾ ചെയ്തിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെയാണ് ഇവിടെ പറയുന്നത്. ഹിന്ദു മുസ്ലിം കോൺഫ്ലിക്റ്റുകൾ തീർച്ചയായിട്ടും എന്താണ്, റിലീജിയസ് ബേസ് ആയിട്ടില്ലേ, അതായത് ഹിന്ദു മുസ്ലിം വിഭാഗത്തിൽ വ്യത്യസ്ത റിലീജിയസ് ബേസ് ആയിട്ടുള്ള കോൺഫ്ലിക്റ്റുകൾ എന്തിലേക്ക് ഇടയാക്കുന്നുണ്ട്, അതൊരു പൊളിറ്റിക്കൽ ബേസ് ആയിട്ട് ഇവിടെ പ്രധാനമായിട്ടും പറയുന്നു. നെക്സ്റ്റ് ടോപ്പിക് ആണ് മോഡേൺ ഇന്ത്യ ആൻഡ് കമ്മ്യൂണലിസം. ഈ ഒരു മോഡേൺ സൊസൈറ്റിയിൽ ഇന്ത്യയിൽ കമ്മ്യൂണലിസം നിലനിൽക്കുന്നു, വർഗീയത നിലനിൽക്കുന്നുണ്ടോ ചോദിച്ചാൽ തീർച്ചയായിട്ടും നിലനിൽക്കുന്നുണ്ട്. ഇപ്പൊ ഇന്നത്തെ കാലഘട്ടത്തിലും പല ആശയങ്ങളുടെ അടിസ്ഥാനത്തിൽ സൊസൈറ്റിയിൽ എന്ത് നിലനിൽക്കുന്നുണ്ട് അല്ലെ, കമ്മ്യൂണലിസം നിലനിൽക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. ഒരുപാട് ആളുകൾ അതിനെക്കുറിച്ച് പഠനം നടത്തിയിട്ടുണ്ട്. പൗൾ ബ്രാസ് എന്ന് പറയുന്ന വ്യക്തി എന്താണ് പറയുന്നത്, കമ്മ്യൂണലിസം ഇൻ മോഡേൺ ഇന്ത്യ ഈസ് എ മെയിൻലി ലിങ്ക്ഡ് ടു സ്ട്രഗിൾ ഫോർ ദ പൊളിറ്റിക്കൽ പവർ. പൊളിറ്റിക്കൽ പവറിന് വേണ്ടി ആളുകളുടെ സ്ട്രഗിൾ എന്തിലേക്ക് ഇടയാക്കുന്നു, സൊസൈറ്റിയിൽ ഒരു വർഗീയത അല്ലെങ്കിൽ കമ്മ്യൂണലിസം ക്രിയേറ്റ് ചെയ്യുന്നതിലേക്ക് ഇടയാക്കുന്നു. ഹി സേസ് ദാറ്റ് ഹിന്ദു മുസ്ലിം ഡിഫറൻറ്റേഷൻ ബിക്കം എ സ്ട്രോങ്ങർ ഡ്യൂറിംഗ് ദ ബ്രിട്ടീഷ് റൂൾ ആൻഡ് എസ്പെഷ്യലി ഡ്യൂറിംഗ് ദ പാർട്ടീഷൻ ഓഫ് ഇൻ ഇന്ത്യ 1947. അതായത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ സമയത്ത് മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട ആളുകൾ പാകിസ്ഥാനിലേക്കും പാകിസ്ഥാനിലെ ഹിന്ദു വിഭാഗത്തിൽപ്പെട്ട ആളുകൾ ഇന്ത്യയിലേക്കും വരുന്ന ആ ഒരു ഡിവൈഡൻസ് ഉണ്ടായിരുന്നു. അപ്പൊ ആ ഒരു പൊളിറ്റിക്കൽ ബേസ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം സൊസൈറ്റിയിൽ റിലീജിയസ് ബേസ് ആയിട്ട് ഒരു ഡിഫറൻറ്റേഷൻസ് അല്ലെങ്കിൽ ഒരു സ്ട്രഗിൾ കൊണ്ടുവരുന്നതിലേക്ക് അല്ലെങ്കിൽ കമ്മ്യൂണലിസം കൊണ്ടുവരുന്നതിലേക്കൊക്കെ ഇടയാക്കിയിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. കോസ് ഓഫ് കമ്മ്യൂണൽ റൈറ്റ്സ്. കമ്മ്യൂണൽ റൈറ്റ്സിന്റെ അതായത് ഈ ഒരു വർഗീയപരമായിട്ടുള്ള കലാപങ്ങളുടെ കോസുകൾ എന്തൊക്കെയെന്ന് ചോദിച്ചാൽ ഇവിടെ പ്രധാനമായിട്ടും ആസ്ഗർ അലി എഞ്ചിനീയർ എന്ന് പറഞ്ഞ വ്യക്തി എന്ത് പറയുന്നുണ്ട്, ഒരിക്കലും ഈ ഒരു റിലീജിയസ് ബേസ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമല്ല സൊസൈറ്റിയിൽ കലാപങ്ങൾ കൊണ്ടുവരുന്നതിലേക്ക് ഇടയാക്കിയിട്ടുള്ളത്, മറിച്ച് പല കാര്യങ്ങളും സൊസൈറ്റിയിൽ കലാപങ്ങൾ കൊണ്ടുവരുന്നതിലേക്ക് ഇടയാക്കുന്നു എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. പൊളിറ്റിക്കൽ യൂസസ് സ്മാൾ ഡിസ്പ്യൂട്ട് ഫോർ ദ പൊളിറ്റിക്കൽ ഗെയിൻ അല്ലെ, പൊളിറ്റിക്കലായിട്ട് രാഷ്ട്രീയപരമായ കാര്യങ്ങൾ സൊസൈറ്റിയിൽ കലാപം കൊണ്ടുവരുന്നതിലേക്ക് ഇടയാക്കുന്നുണ്ട്. പിന്നെന്താണ്, എക്കണോമിക്കൽ കോമ്പറ്റീഷൻ ബിറ്റ്വീൻ കമ്മ്യൂണിറ്റി ആൾസോ ക്രിയേറ്റഡ് ടെൻഷൻ. എക്കണോമിക്കൽ ബേസ് സാമ്പത്തികപരമായിട്ടുള്ള കാര്യങ്ങൾ സൊസൈറ്റിയിൽ വർഗീയത കൊണ്ടുവരുന്നതിലേക്ക് ഇടയാക്കുന്നുണ്ട്. പിന്നെ ഇൻകറന്റ് ഓഫ് ദ സഫർ ബിക്കോസ് ഓഫ് പൊളിറ്റിക്കൽ ഇൻട്രസ്റ്റ്. പൊളിറ്റിക്കൽ ഇൻട്രസ്റ്റുകളൊക്കെ സൊസൈറ്റിയിൽ എന്തുണ്ട്, പലതരത്തിലുള്ള കമ്മ്യൂണൽ ബേസ് ആയിട്ടുള്ള കാര്യങ്ങൾ കൊണ്ടുവരുന്നതിലേക്ക് ഇടയാക്കുന്നെന്ന് പറയുന്നു. വൈ റൈറ്റ്സ് കണ്ടിന്യൂ. എന്തുകൊണ്ടാണ് സൊസൈറ്റിയിൽ ഇപ്പോൾ ഇത്തരത്തിലുള്ള കലാപങ്ങൾ കണ്ടിന്യൂ ചെയ്യുന്നത് ചോദിച്ചാൽ തീർച്ചയായിട്ടും സൊസൈറ്റിയിൽ എത്ര തന്നെ നമ്മുടെ ഇന്ത്യ വികസിച്ചെന്ന് പറഞ്ഞാലും ഇന്ത്യൻ സൊസൈറ്റി എന്ന് പറയുന്ന ഒരു സെക്യുലറിസ്റ്റിക് സൊസൈറ്റിയാണ്, ഒരു മതേതര രാജ്യമാണ് അല്ലെ, ഒരു യൂണിറ്റി ആൻഡ് ഡൈവേഴ്സിറ്റി നിറഞ്ഞിട്ടുള്ള രാജ്യമാണ്. ഇന്ത്യൻ സൊസൈറ്റിയിൽ എത്ര തന്നെ മതം ഇല്ല എന്ന് പറഞ്ഞാലും അല്ലെ, ഒരു പ്രത്യേക മതത്തിന് എന്താണ് ഒരു ചായ്വ് കൊടുക്കുന്ന ഒരു സ്ഥിതി അല്ലെ നിലനിൽക്കുന്നത് എന്തിലേക്ക് ഇടയാക്കുന്നുണ്ട്, പല കാര്യത്തിന്റെ അടിസ്ഥാനത്തിൽ. ഇപ്പോൾ വെറും മതം മാത്രം പോരാ, ലാംഗ്വേജിന്റെ അടിസ്ഥാനത്തിൽ, കൾച്ചറിന്റെ അടിസ്ഥാനത്തിൽ, ലൈഫ് സ്റ്റൈലിന്റെ അടിസ്ഥാനത്തിലൊക്കെ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നതിലേക്ക് ഇടയാക്കുന്നു. പ്ലാൻഡ് ആൻഡ് കെയർഫുള്ളി ആൻഡ് ഓർഗനൈസ്ഡ് ബൈ ദ പൊളിറ്റിക്കൽ ഗ്രൂപ്പ്സ് ആൻഡ് യൂസ് ദ പൊളിറ്റിക്കൽ ടൂൾസ്. തീർച്ചയായിട്ടും ഇതൊക്കെ പല കാര്യങ്ങൾ എന്തിലേക്ക് ഇടയാക്കുന്നു, സൊസൈറ്റിയിൽ കമ്മ്യൂണലിസം വർഗീയത കൊണ്ടുവരുന്നതിലേക്ക് ഇടയാക്കുന്നു എന്നാണ് ഇതിലൂടെ പ്രധാനമായിട്ടും പറയുന്നത്. അപ്പോൾ ഈ ഒരു റിലീജിയനും പൊളിറ്റിക്സും സൊസൈറ്റി എന്താണ് കണക്റ്റഡ് ആണ്. പല കാര്യത്തിന്റെ അടിസ്ഥാനത്തിൽ റിലീജിയനും പൊളിറ്റിക്സ് എന്താണ് കണക്റ്റഡ് ആണ്. ഈ റിലീജിയനും പൊളിറ്റിക്സും സ്ട്രോങ് ആയി കഴിഞ്ഞാൽ പല പ്രശ്നങ്ങളും സൊസൈറ്റി ക്രിയേറ്റ് ചെയ്യുന്നതിൽ ഇടയാക്കും എന്നാണ് ഇതിലൂടെ പ്രധാനമായിട്ടും പറയുന്നത്. ഓരോ പൊളിറ്റിക്കൽ ലീഡേഴ്സും എന്തുണ്ട്, അവർക്ക് അവരുടേതായിട്ടുള്ള പേഴ്സണൽ റിലീജിയസ് ബിലീഫ്സ് ഉണ്ടാവും. ആ ഒരു റിലീജിയസ് ബിലീഫ്സ് പൊളിറ്റിക്കലിലേക്ക് കൊണ്ടുവരുമ്പോൾ അവിടെ എന്തുണ്ടാവും, പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നതിലേക്കൊക്കെ ഇടയാക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് സോഷ്യോളജി ഇൻ ഇന്ത്യ 2 എന്ന് പറയുന്ന ഈ ഒരു സബ്ജക്റ്റിലെ 5th യൂണിറ്റ് ആയിട്ട് റിലീജിയൻ ആൻഡ് പൊളിറ്റിക്സ് എന്ന് പറയുന്ന ഈ ഒരു ചാപ്റ്റർ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഈ ഒരു ചാപ്റ്ററിൽ പ്രധാനമായിട്ടും റിലീജിയനെയും പൊളിറ്റിക്സിനെ കുറിച്ചും അവ തമ്മിലുള്ള റിലേഷൻഷിപ്പ്, എങ്ങനെയാണ് റിലീജിയനും പൊളിറ്റിക്സും തമ്മിലുള്ള ബന്ധത്തെയൊക്കെയാണ് പ്രധാനമായിട്ട് ഇതിലൂടെ പറയുന്നത്. അപ്പൊ എന്ത് ചെയ്യുക, എല്ലാവരും ക്ലാസ്സുകൾ കാണുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.